ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അബീനെയും നവ്യനെയുമാണ് കേട്ടോ. അപ്പോൾ നവ്യ പറഞ്ഞത് കേട്ടിട്ട് അബി പാവേനെ തൊട്ടിയിലിട്ട് താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അബിയുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. നവ്യ അങ്ങ് ഉറങ്ങാനും തുടങ്ങി കേട്ടോ. അപ്പോൾ അബി മനസ്സിൽ പറയുകയാണ്, എടാ എന്തായാലും അവൾ ഉറങ്ങി, ഇത് തന്നെ തക്കം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാടാന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അബി അപ്പം തന്നെ അവിടെ നിന്ന് പോവാണ്. അബി പോയതും നവ്യ എഴുന്നേക്കാണ് കേട്ടോ. എന്നിട്ട് നവ്യ പറയുകയാണ്, അബി നീ ഈ സമയം നോക്കി എസ്കേപ്പ് ആയില്ലേ, സാറില്ല നീ പോയിക്കോ, എന്തായാലും നീ കാണിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശീനെയും ഭയപ്പെട്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം, എന്നാലും എനിക്കിതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഒരു ദിവസം നീ എൻ്റെ കുഞ്ഞിനെയും എന്നെയും സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അബി ഞാൻ ഈ കാത്തിരിക്കുന്നത് എന്നിങ്ങനെ നവ്യ പറയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സോഫയുടെ രണ്ടറ്റത്തും ജയനും അതുപോലെ തന്നെ അനിയുടെ അച്ഛനും വന്ന് താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണല്ലോ ഭാര്യമാർ പുറത്താക്കിയിട്ട്. അപ്പോൾ അവരാവശ്രമത്തിലിരിക്കുന്ന സമയത്ത് അനിയുടെ അച്ഛൻ ജയനോട് ചോദിക്കുകയാണ്, അല്ല ഏട്ടാ, ഏട്ടൻ്റെ റൂമിൽ കൊടുങ്കാറ്റ് വീശുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറയാണ്, നിൻ്റെ റൂമിൽ സുനാമി ആയിരുന്നല്ലോ, ഞാൻ എന്നിട്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ പറയാണ്, ആ ശരി തന്നെയാണ്, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ചേട്ടാ, ഇത് എന്തൊരു പ്രശ്നമാണ്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇവളുമാരിങ്ങനെ വഴക്കടിക്കുന്നത്. അപ്പോഴത്തേക്കും ജയൻ പറയാണ്, ഇതേ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അങ്ങനെ പരിഹരിക്കേണ്ടതായിരുന്നെങ്കിൽ പണ്ടേ പരിഹരിക്കപ്പെട്ടേനെ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ആ വഴി അനി വരുന്നു. അനീനെ വേഗം തന്നെ ജയം വിളിക്കുകയാണ്, എടാ നീ ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അനി അവരുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അല്ല, ഞങ്ങളുടെ പ്രശ്നമൊക്കെ ഇത്രയും വർഷത്തിനിടയിൽ സംഭവിക്കുന്നതെന്ന് വിചാരിക്കാം, കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായി, അപ്പോൾ പല പല പ്രശ്നങ്ങൾ വന്നേക്കാം. നീ പുതിയ മണവാളനല്ലേ, എന്നിട്ട് എന്താടാ നീ റൂമിന് പുറത്തിങ്ങനെ കറങ്ങി കിടക്കുന്നത്? അപ്പോഴേക്കും അനി പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളാണെങ്കിലും ആഴ്ചകളാണെങ്കിലും ദിവസങ്ങളിലാണെങ്കിലും പ്രശ്നങ്ങൾ വരുമല്ലോ അച്ഛാ. അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ പറയാണ്, ആ അതും ശരി തന്നെയാണ്, നീ ഇവിടെ വന്നിരിക്കും. അപ്പോഴത്തേക്കും ജയൻ പറയാണ്, അല്ല ഇവിടെ ഞാനേ ആ അബീനെയും കൂടെ കണ്ടായിരുന്നല്ലോ, അവനും അവൻ്റെ ഭാര്യയായിട്ട് വഴക്കിട്ട് ഇവിടെ എവിടെയോ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ പറയാണ്, ആ ഞാനും കണ്ടതാണ്, അബി നമ്മളാരും അവൻ്റെ പ്രശ്നം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ നിന്ന് ഇരുന്ന പൈസ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജയൻ പറയാണ്, ഓഹോ അവൻ രക്ഷപ്പെട്ടു പോയോ? അങ്ങനെ ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് മുകളിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ. ഈ മാധുഷി ഇവളെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കണത്, കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കാണുന്ന ജയനും അതുപോലെ തന്നെ അനിയുടെ അച്ഛനും അനിയൊക്കെ ദേ ചേട്ടനും വരുന്നു എന്ന് പറയുകയാണ്. ആദർശേ എന്താടാ നീ ഈ വഴി നടക്കുന്നത്? അപ്പോഴത്തേക്ക് ആദർശ് വേദന, അയ്യോ വന്ന് പെട്ടല്ലോ, ഒന്നുമില്ല, വെറുതെ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ജോളിയായിട്ട് വർത്താനം പറയാമെന്ന് വിചാരിച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വന്നാന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ചെറിയച്ഛൻ പറയാണ്, നീ കൂടുതലൊന്നും പറയുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി നീയും അതുപോലെ തന്നെ നയനയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന്, ഞങ്ങളും അതുപോലെ തന്നെയാണ് ഭാര്യമാരായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാ. അങ്ങനെ ആദർശം വിചാരിക്കേണ്ടോ, ശരിയാണല്ലോ, ഇവർക്കും പിടികിട്ടി, ഇവരുടെ കൂടെ അങ്ങ് കൂടിയേക്കിനി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ആ കൂട്ടത്തിൽ കൂടുകയാണ്. അപ്പം ഇളയച്ചൻ പറയാണ്, ഈ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മറക്കാനായിട്ട് എൻ്റെ കയ്യിലൊരു ഉപാധി ഉണ്ടെന്ന് പറയുകയാണ്. അതെന്താണെന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ മദ്യക്കുപ്പി എടുക്കുകയാണ്. കണ്ടോ എന്ന് പറഞ്ഞു മദ്യക്കുപ്പിയിൽ 2 ഉമ്മയും കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇതാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോകുന്നത്, പക്ഷേ ടച്ചിങ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറയാണ്, ടച്ചിങ്സോ അത് മതിയോ, ചേച്ചി ഉണ്ടാക്കിയ ബാദുഷി ഇരിക്കുന്നുണ്ട്, അത് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ആദർശിന് സന്തോഷമാവാം കേട്ടോ. ബാദുഷയോ, ബാദുഷ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, പിന്നല്ലാതെ ബാദുഷ ഏട്ടത്തി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും അതിരിക്കുന്ന ഇടം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടേ ഞാൻ ബാദുഷ എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ്. ആദർശിൻ്റെ മനസ്സിൽ ഇടപെട്ടു കേട്ടോ, എന്തായാലും ബാദുഷ കഴിച്ചേ മതിയാവുള്ളൂ, ഇവിടെ വെച്ചിട്ടെങ്കിലും അവളെ കാണാതെ പേടിക്കാതെ സന്തോഷത്തോടുകൂടി ബാദുഷ കഴിക്കണമെന്ന് ആദർശം ചിന്തിക്കുകയാണ് കേട്ടോ.
അങ്ങനെ അനി ഓടിച്ചെന്ന് ബാദുഷ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് കേട്ടോ, ഓ അടുക്കളയിൽ ഒന്ന് ഇവളെ ഒളിപ്പിച്ച് വെക്കാതിരുന്നതേ ഞാൻ എടുക്കുമെന്നുള്ള പേടി കാരണമാണ്, അതുകൊണ്ടാണ് ഇവൾ വേറെ ഏതോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചത്. എന്തായാലും ഇന്ന് ഞാൻ കഴിക്കും മോളെ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അനി വേഗം തന്നെ ആദർശിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി തലയാട്ടാണ് കേട്ടോ. എന്നിട്ട് അനി മനസ്സിൽ പറയുകയാണ്, ഒരു കഷ്ണം പോലും ഏട്ടന് ഞാൻ തരില്ല. എൻ്റെ ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് ഏട്ടന് ഒരു കഷ്ണം പോലും കൊടുക്കരുതെന്ന്. ഏട്ടത്തിയുടെ വാക്കിന് എപ്പോഴും ഞാൻ വില കൊടുക്കും. ഒരിക്കലും ഏട്ടത്തി പറഞ്ഞിരുന്ന വാക്കിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അനിയും പറയുകയാണ്. ആ സമയത്ത് അച്ഛനും ചെറിയച്ഛനും ഒക്കെ ബാദുഷ കഴിക്കുകയാണ് കേട്ടോ. അവർ ബാദുഷ കഴിക്കുന്നു, മദ്യപിക്കുന്നു, സുഖിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആദർശിനോട് അനി പറയാം കേട്ടോ, ഏട്ടാ എന്തൊരു ടേസ്റ്റാണ് ഏട്ടത്തിയുടെ ബാദുഷയ്ക്ക്, ഞാൻ കഴിച്ചു നോക്കിയിട്ടേ പൊള്ളിയാട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, ഒന്നും കൊണ്ടുവന്നേ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അനി ആദർശിൻ്റെ മുഖത്ത് നോക്കി പറയണേ, ഏയ് ഏട്ടൻ തൊടിയൊന്നും വേണ്ട, ഏട്ടൻ കഴിക്കേ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ എന്താട്ടാ അങ്ങനെ പറഞ്ഞേ? പിന്നല്ലാതെ പിന്നെ എങ്ങനെ പറയാനേട്ടാ, ഏട്ടത്തി പറഞ്ഞല്ലോ ഏട്ടനിപ്പോൾ തുടങ്ങി ബാദുഷ ഇഷ്ടമല്ല, ഓഫീസിലും ആരോടൊക്കെ ബാദുഷ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞു. മാത്രമല്ല വല്യമ്മയോടും പറയുന്നത് ഞാൻ കേട്ടതാ, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഏട്ടൻ എന്തിനാ കഴിക്കുന്നത്, ഏട്ടനോട് ഞാൻ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, ഏട്ടൻ കഴിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടതോ ആദർശ്, ഇവിടെയും പണിയാണല്ലോ. അങ്ങനെ ആദർശിൻ്റെ അച്ഛനും ചെറിയച്ഛനും കൂടെ ഓരോന്നിങ്ങനെ പറഞ്ഞു കുടിക്കുകയും ബാദുഷ കഴിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നോക്കി എടുത്തെടുത്ത് ബാദുഷ പാത്രത്തിൽ ഒരെണ്ണം മാത്രമായിട്ട് അവശേഷിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, ഈ ഒരെണ്ണമെങ്കിലും അവശേഷിച്ച് ഒരെണ്ണമെങ്കിലും എനിക്കിടത്ത് കഴിക്കണം, എന്തായാലും എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കൈയായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ചെറിയച്ഛൻ വേഗം തന്നെ ബാദുഷ എടുത്തിട്ട് കൈയുടെ ഉള്ളിലോട്ടങ്ങ് വെച്ചിട്ട്, ജാനകി എനിക്ക് നിന്നോട് തോന്നുന്ന ദേഷ്യത്തിലുണ്ടല്ലോ, നിന്നിങ്ങനെ ഞാൻ ഒടിച്ച് മടക്കി ചുരുട്ടി എറിയൂടി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ഈ ബാദുഷ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് രണ്ട് കയ്യുമായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ഒടിച്ച് മടക്കി ചുരുട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് അപ്പോൾ വിചാരിക്കുകയാണ്, ദൈവമേ അവസാനം ഉണ്ടായതുപോലും എനിക്ക് കിട്ടിയില്ലല്ലോ ദൈവമേ എന്നിങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നിലത്തേക്ക് ഇടുകയാണ് പൊടിയായിട്ടുള്ള ബാദുഷ. ഇത് കണ്ട് ആദർശിന് സഹിക്കാൻ പറ്റുന്നില്ല. ആദർശ് ചോദിക്കണേ, എന്താ ചെറിയജി കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ആദർശിനോട് പറയണേ, സോറി എൻ്റെ മനസ്സിലെ ഫീലിങ്സ് ആടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാരണം, കുടിച്ച് ലെക്ക് കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആ വഴി മുത്തശ്ശൻ വരികയാണ്. വേഗം തന്നെ അനി പറയാണ്, അച്ഛാ മുത്തശ്ശൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ വേഗം തന്നെ കുപ്പിയൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുക, നിങ്ങളെന്താ ഇവിടെ എല്ലാവരും കൂടെ കൂട്ടം കൂടി വെക്കുന്നത്? അപ്പോഴേക്കും ജയം പറയാണ്, വെറുതെ ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എനിക്കെല്ലാ കാര്യവും മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊക്കെ വഴക്കടിച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നേ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെയും നിങ്ങളുടെ മുത്തശ്ശി എടുത്ത് നോക്കിക്കോ, ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും വഴക്കടിച്ച് കണ്ടിട്ടുണ്ടോ? അത്രയധികം സ്നേഹമാണെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ മുത്തശ്ശി റൂമിൽ നിന്ന് വിളിക്കുകയാണ്, എത്ര നേരമായി നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മരുന്ന് എടുത്ത് വെച്ചിട്ട് എത്ര നേരമായി, കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചാടിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ മുത്തശ്ശൻ പതറുകയാണ്. മുത്തശ്ശൻ വേഗം തന്നെ എല്ലാവരോടും പറയുകയാണ്, സോറിടാ മക്കളെ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ മുത്തശ്ശി വേഗം വാന്നെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാട്ടോ, ഒരു തമാശ പോലെ കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ കുറേയും കൂടെ രാത്രിയാവാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ആദർശിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും ബാദുഷ അന്വേഷിച്ച് പതിയെ വരികയാണ് കേട്ടോ. അപ്പോൾ മൊബൈലിലെ ടോർച്ചൊക്കെ ഓൺ ചെയ്ത് പതിയെ ഇങ്ങനെ ബാദുഷയെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അനി പറഞ്ഞായിരുന്നല്ലോ ബാക്കി കുറച്ച് ബാലൻസ് ബാദുഷിരിക്കുന്നുണ്ട്, അതെവിടെയോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഒന്ന് ഞാൻ തേടി കണ്ടുപിടിക്കും, ആരും അറിയാതെ അതെനിക്ക് കരസ്ഥമാക്കണം, അതെനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പതിയെ അടുക്കളയിലേക്ക് വരികയാണ്. പല പാത്രങ്ങളൊക്കെ പൊക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കാണുന്നില്ല കേട്ടോ. അവസാനം ആദർശ് കണ്ടുപിടിക്കുകയാണ് ബാദുഷിരിക്കുന്ന പാത്രം. എന്നിട്ട് ആദർശ് പറയുകയാണ്, എന്തൊരു ഭംഗി കാണാനായിട്ട്, എന്തൊരു മണമാണ് ഈ ബാദുഷ, ഇനി എന്ത് ചെയ്യും ഇവരൊക്കെ? ഞാനിത് എടുത്ത് എനിക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞതിന് അവൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് എനിക്ക് ഒരു ബാദുഷ പോലും തന്നില്ല അവൾ. സാരമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല, ഇനി ഞാൻ ഇത് മൊത്തം ഇരുന്ന് കഴിക്കും, ഇനി ആർക്കും എന്നെ തടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഓരോന്നെടുത്തിങ്ങനെ കഴിക്കാൻ പോകുന്നതും നയന വന്നിട്ട് അടുക്കളയിൽ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്.
അപ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ ഒരു വളിച്ച ചിരി നയനേനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ നയനയും ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനോട് നയന ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ അടുക്കളയിൽ വന്നിരിക്കുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് കിടക്കുന്ന വല്ല അസുഖവും ആദർശേട്ടനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, അത് പിന്നെ ഞാൻ എന്തിനാണ് എഴുന്നേറ്റതെന്ന് വെച്ച് കഴിഞ്ഞാലേ എനിക്ക് രാത്രിയിൽ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നും കണ്ടില്ല. പിന്നെ ദേ ഈ ബാദുഷ മാത്രമേ കണ്ടുള്ളൂ. സത്യത്തിൽ എനിക്കിത് ഇഷ്ടമല്ലെങ്കിലും വേറൊന്നും കഴിക്കാനില്ലാത്തത് കാരണം വിശക്കുന്നത് കാരണം കൊണ്ട് ഞാൻ ഈ ബാദുഷ തന്നെ കഴിച്ചേക്കാമെന്ന് ചിന്തിച്ചു. എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ, ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പിന്നെയും വായിൽ വെക്കാൻ പോകുമ്പോഴത്തേക്കും നയനെ കൈ തട്ടി മാറ്റിയിട്ട് പറയാണ്, ആദർശേട്ടാ ഇത് കഴിക്കല്ലേ, ആദർശേട്ടന് ഇഷ്ടമല്ലാത്തതൊന്നും ആദർശേട്ടൻ കഴിക്കണ്ട. എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കി തരില്ലേ. എന്താ ആദർശേട്ടന് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കി തരാം. ആദർശേട്ടൻ ഇത് കഴിക്കണ്ട കേട്ടോ, വെറുതെ ഇഷ്ടമില്ലാത്തതൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട. അപ്പോഴേക്കും ആദർശ് പറയാണ്, എടി അതൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, ആദർശേട്ടൻ്റെ കുഴപ്പമില്ലെങ്കിലും എനിക്ക് നല്ല കുഴപ്പമുണ്ട്. ആദർശേട്ടൻ ഇപ്പം നിൽക്കുക, ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ചെറുപഴം എടുത്ത് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുകയാണ്, ആദർശേട്ടാ ഈ ചെറുപഴം കഴിച്ചോ. ആദർശേട്ടൻ അല്ലേ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത് എല്ലാവരോടും ആദർശേട്ടൻ്റെ ബാദുഷ ഇഷ്ടമല്ല, ചെറുപഴം കഴിക്കുകയാണെങ്കിൽ ദഹനത്തിന് നല്ലതാണ്, കൊളസ്ട്രോൾ വരില്ല, അതുപോലെ തന്നെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ദഹനം നടക്കും, നന്നായിട്ട് ഉറങ്ങാനും പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ആദർശേട്ടന് ഇഷ്ടമുള്ള കാര്യം ആദർശേട്ടൻ കഴിക്കുന്നതല്ലേ നല്ലത്. ഈ വാഴപ്പഴം തന്നെ ആദർശേട്ടൻ കഴിച്ചോ, 2 കൊണ്ട് ആദർശേട്ടൻ്റെ വയറ് നിറയും. ഇനിയിപ്പോൾ ഇതുകൊണ്ടും നിറഞ്ഞില്ലെങ്കിൽ ഞാൻ വേണമെങ്കിലേ കുറച്ച് പാല് ചൂടാക്കി അതും തരാം. അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ആദർശേട്ടൻ്റെ വയറ് ഫില്ലാവും, പിന്നെ ആദർശേട്ടനെ വിശക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദർശേട്ടൻ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ്, ഇടി ദുഷ്ടത്തി, നീ ഇവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. എന്നിട്ട് നയന പോയ വഴിക്ക് ആദർശ് പിന്നെയും ബാദുഷ എടുക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം നയന വേഗം തന്നെ ആദർശിനോട് പറയണം, ആദർശേട്ടാ അത് തുടരുത്, അതെടുക്കരുതെന്ന് ഞാനാ പറഞ്ഞത്, ഇത് കഴിച്ചാൽ മതി വാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് പോവാൻ കേട്ടോ. ആദർശ കൈയൊക്കെ മണത്ത് പതിയെ അങ്ങ് കയറി പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് നമ്മുടെ നയന ചെന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ്, അമ്മേ ഇന്ന് രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, ദോശ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കുക, പിന്നെ സാമ്പാർ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഓരോരോ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം നയനയും പറയുകയാണ് ശരി ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് ജാനകി വരികയാണ്, എനിക്ക് എന്തായാലും ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ പറയുകയാണ്, നിനക്കിഷ്ടമല്ലാന്നോ, ഈ ഡിഷൊക്കെ നീ ഒരുപാട് കഴിക്കണതല്ലേ, കിട്ടിയാൽ നീ വിടൂലല്ലോ, പിന്നെ അതാ നീ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകി രൂക്ഷമായിട്ട് അനിയുടെ അച്ഛനെ നോക്കുകയാണ്. അനിയുടെ അച്ഛനൊന്ന് പേടിച്ച് പോവാൻ കേട്ടോ. നിനക്ക് ഇഷ്ടമല്ല, എനിക്കറിയാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, എങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ പറ, അങ്ങനെയാണെങ്കിൽ അതും കൂടെ ചേർത്ത് ഉണ്ടാക്കിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ്, എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ ഉണ്ടാക്കിക്കോളാം, ആരുടെയും സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, ഞാനുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാനും എൻ്റെ മകനും അനാമികയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും കഴിക്കുകയുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ദേവയാനി ആകെ ഞെട്ടാണ്. അതുപോലെ തന്നെ നയനയ്ക്കും ഒരു വിഷമം വരുന്നുണ്ട്. പക്ഷേ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണല്ലോ പറയുന്നത് എന്നിങ്ങനെ ജലജ മനസ്സിലിങ്ങനെ കണക്കാക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് കേൾക്കുന്ന ദേവയാനി പറയാണ്, ഈ വീട്ടിലെ 2 അടുക്കള ഉണ്ടാവില്ല, ഞാൻ പറയുന്ന കാര്യം തന്നെ ഉണ്ടാക്കിയാൽ മതി, അതെല്ലാവരും കഴിക്കുക, ഇഷ്ടപ്പെട്ടവർ കഴിച്ചാൽ മതി, ഇഷ്ടപ്പെടാത്തവർ കഴിക്കണമെന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടതും ജാനകിയുടെ ഭർത്താവ് പറയാണ്, എന്തായാലും എനിക്കിഷ്ടമാണ് ചേച്ചി, ഞാൻ കഴിച്ചോളാം, എനിക്ക് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ തന്നെ മതി, എനിക്ക് ഭയങ്കര ആഗ്രഹം അത് കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടതും ജാനകി അയാളെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകിയുടെ ഭർത്താവ് പറയുകയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ കഴിച്ചോ, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കഴിച്ചോളാം, അതിനുള്ള അവകാശം എനിക്കില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകി പറയുകയാണ്, അങ്ങനെ ഒരു അവകാശം നിങ്ങൾക്കില്ല, ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത്, എനിക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു വീട്ടിൽ 2 അടുക്കള പാടില്ല എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് ജലജ എഴുന്നേറ്റിട്ട് വരികയാണ്. ഇത് എന്തൊരു അന്യായമാണ് നടക്കുന്നത്, അവരവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ഇവിടെ ആർക്കും കഴിക്കാൻ പറ്റില്ലേ. ഇത് കേൾക്കുന്ന ദേവയാനി പറയാണ്, ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടതും കഴിക്കണ്ട എന്നൊന്നും പറഞ്ഞില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കൂടെ പറഞ്ഞു, അതുകൊണ്ടാണ് അവളോട് ചോദിച്ചത് നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ. പക്ഷേ അവൾ പറയുന്നത് എന്താണ്, അവൾക്കുള്ളതും അവളുടെ ഭർത്താവിനും പിള്ളേർക്കുള്ളതും ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നാണ് പറയുന്നത്. അതിനുദ്ദേശം 2 അടുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവൾ പറയുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് എനിക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ജലജെ, ആവശ്യമില്ല
കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാനായിട്ട് ഓരോന്നിരുന്ന് പറയാനായിട്ട് തുടങ്ങരുത്. പിന്നെ ഒരു വീട്ടിൽ രണ്ടടുക്കള പാടില്ല എന്നുള്ളൊരു അറിവ് എനിക്കുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ജാനകിക്കില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ രണ്ടടുക്കള ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പോയതും ജലജ പറയാണ്, ഈ വീട്ടിൽ എന്തൊരു അന്യായമാണ് നടക്കുന്നത്. എന്തായാലും ദേവയാനി എടുത്തി പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും ദേവയാനി ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. ഇനി എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാലോ അപ്പം തന്നെ ദേവയാനി ഏട്ടത്തി അമ്മയോടും അച്ഛനോടും ചെന്ന് കാര്യങ്ങൾ പറയും. അവരാണെങ്കിലോ ദേവയാനി ഏട്ടത്തിയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മൂത്ത മരുമകൾക്ക് മാത്രമേ ഈ വീട്ടിലൊരു പരിഗണനയുള്ളൂ. എന്ത് ചെയ്യാനേട്ടാ, ഇതൊക്കെ നമ്മുടെ തലവര. അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വരുന്നതും സഹിക്കേണ്ടി വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട അനിയുടെ അമ്മയ്ക്കും അനാമികയ്ക്കും വൈരാഗ്യം ഇരട്ടിക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നിരുന്ന നയനയെ നവ്യ വിളിച്ചുകൊണ്ട് പോവാണ്. നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നവ്യ പറയുകയാണ്, എടി ഇനി മുതൽ നീ കിച്ചണിൽ കയറിയിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ പാചകം ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്ത്. നിൻ്റെ ഒരു കഴിവിനനുസരിച്ച് നീ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ചേച്ചി എന്തീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഞാൻ മനസ്സിലാക്കി തരാം. എടി നിനക്കൊരുപാട് കഴിവുകളുണ്ട്. നീ അതെല്ലാം മനസ്സിലാക്കാതെ നിൻ്റെ കഴിവുകളെല്ലാം നീ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ കിച്ചണിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിട്ടാണോ നിൻ്റെ തീരുമാനം? നീ എത്രയോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, എത്രയോ മോട്ടിവേഷൻസ് എനിക്ക് തന്നിരിക്കുന്നു. എന്നിട്ടെന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തായാലും ചിറകുകൾ ഉയർത്തി പറക്കാൻ നോക്ക്. കിച്ചണിൽ നിന്നൊക്കെ നീ പറക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കവളത്തിട്ട് ഇങ്ങനെ പിച്ചാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയട്ടെ, എൻ്റെ പൊന്നു ചേച്ചി എന്നെ പിച്ചല്ലേ, എനിക്ക് വേദനിക്കുന്നു. അതിന് നവ്യ പറയാണ്, എടി എനിക്ക് ഞാൻ പിച്ചുന്നില്ല, ഞാനൊരു കാര്യം പറയട്ടെ, നീ വേഗം തന്നെ നമ്മുടെ ഓഫീസിലേക്ക് പോകാൻ നോക്കിക്കോളാൻ പറയാണ്. അപ്പോഴേക്കും നയനയൊക്കെയാണ്, ഓഫീസിലേക്കോ? അതിൽ തന്നെ ഞാൻ ഇന്ന് പോകുന്നത്, ഇന്ന് അവിടെ എനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും നവ്യ പറയാണ്, ഇതാണ് നിൻ്റെ പ്രശ്നം, വർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നീ അവിടെയാണ് ഇരിക്കേണ്ടത്. ചേച്ചി എന്തീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, എടി നീ കഴിഞ്ഞ ദിവസം ശ്വേതയെക്കുറിച്ച് പറഞ്ഞില്ലേ, അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തുടങ്ങി എനിക്കാകെ ടെൻഷനാവുകയാണ്. നീ എന്തായാലും ഓഫീസിൽ പോ. ആദർശ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ അവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ചേച്ചി എനിക്ക് ആദർശേട്ടനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആദർശേട്ടൻ ഒരിക്കലും മോശപ്പെട്ട രീതിയിലേക്ക് പോകുകയൊന്നുമില്ല. എന്നെ കേൾപ്പിക്കാൻ വേണ്ടി, എന്നൊക്കെ ഒരു കോപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, നിനക്കതറിയാം, നിനക്ക് ആദർശനെ നന്നായിട്ടറിയാം, പക്ഷേ ശ്വേതയെ നിനക്കറിയോ? ഇല്ല. അപ്പം നയനയും പറയാട്ടോ, ശരിയാ ചേച്ചി പറഞ്ഞത്, എനിക്ക് ശ്വേതയെക്കുറിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും കുറച്ച് അലേർട്ടായിട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പം നീയേ ശ്വേതയെക്കുറിച്ചിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് ഓഫീസിലിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വേഗം ഓഫീസിലേക്ക് പോകും. അടുക്കളയിലെ പരിപാടിയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തോളും. നീ ഇല്ലെങ്കിലും മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാതെയൊന്നും ഇരിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയനയും ഇങ്ങനെ ചിന്തിക്കുകയാണ്, പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യാം കേട്ടോ.